ഇത് സത്യം കേട്ടാ. അച്ചട്ടാടാ അച്ചട്ട്. നീ എന്നെ കഴിഞ്ഞും വലിയ കുടിയനാവൂടാ, മുഴുക്കുടിയൻ. തിങ്കളാഴ്ച കണക്കൊരീശേ സുഗുണമാഷിന് സബ്ജക്റ്റ് അല്ലേ? നീ ചെയ്ത് വെച്ച് എന്തായാലും ശാപേൽക്കും. അയാൾ പോക്കരത്തരം കാണിച്ചൊരു കുഴപ്പമില്ല, ഞാൻ പിടിച്ചതാണ് പ്രശ്നം. അന്നത് ചെയ്തില്ലെങ്കിലേ ഞാനിന്ന് ജയിലില്ല. ഒരു ഗുരുശാപം. നോക്കിക്കോ, ഏത് സബ്ജക്റ്റിൽ തോറ്റാലും ഞാൻ കണക്കിൽ തോക്കില്ല. എന്താണ് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ? കണ്ണിക്കാടാ ടീച്ചറെ. എണീറ്റേ, ആ കണ്ണടൊന്നും ഊരിക്കേ. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കാൻ ടീച്ചർ. ഇത് ഞാൻ സിനിമയിൽ കേട്ടിട്ടുണ്ട്. നിന്നോട് കണ്ണട ഊരാനാ പറഞ്ഞേ. താനല്ലേ പറഞ്ഞ കണ്ണിക്കേടാന്ന്? എന്താ അവിടെ എന്ത് സൂത്രോടാ ഇതിൽ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നുമില്ല ടീച്ചർ. വാടാ, മതിയാക്കിക്കോ. തുളസി, ഇതുകൊണ്ട് തുറന്നില്ലെങ്കിൽ പൊളിക്കേണ്ടി വരും. എന്നാ എടാ, ഈ മെനക്കെറിനു മാത്രം വലുതുണ്ടാവും ഇതിനകത്ത്. ഇല്ലാണ്ടിരിക്കൂല, ഉറപ്പാണാശാനെ. ചവരോ ഈശോ, പോലീസായിരിക്കോ? അല്ല, ഇതാരും ലാസറേട്ടനോ? ചവരോ, നന്ദിണ്ടടാ. ഓഹോ, വെൽക്കം. അല്ല, എന്തിനാ നന്ദി? അത് ഞാൻ രാവിലെ മുതൽ ഓർക്കാൻ നോക്കുക എന്റെ പേരെന്താണെന്ന്. ലാസർ എന്നല്ലേ? അതെ, ലാസർ ലാസർ. ഒന്നും ഓർക്കാൻ പറ്റുന്നില്ലടാ. മറവിയുടെ അസുഖത്തിന് കൂടുതലാ. നല്ലൊരു ഡോക്ടറെ കാണണം. പിന്നെ നിന്നോടൊരു സഹായം ആവശ്യപ്പെടാൻ വന്നു. എന്റെ ലാസറേട്ട, കാര്യോട് പറഞ്ഞേ. ഇവന്റെ പഠിപ്പ് കല്ലത്തായി, നീ കേട്ട് കാണുമല്ലോ. പിന്നെ സുഗുണം മാഷിന്റെ ഡിങ്കോൾഫ് പിടിച്ച മിടുക്കനല്ലേ? പക്ഷെ കോപ്പി അടിച്ചപ്പോ ഇവനെ പിടിച്ചു അല്ലടാ. ഇനി ഒരു കൈത്തൊഴിൽ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. വളരെ നല്ല കാര്യം. അപ്പോ ഇവനെ ഒന്ന് നീ നിന്റെ കൂടെ നിർത്തണം. ഇവന് നല്ല ബുദ്ധിയാ. എന്റെ പൊന്ന് ലാസറേട്ട, ഈ ലൈത്ത് പണിക്ക് വല്ല ബുദ്ധിയുടെ ആവശ്യമില്ല. വേറെ വല്ലയിടത്തും പോയി എന്തെങ്കിലും പണി കിട്ടോ നോക്കാം. പാടാ, വേറെ എവിടെയെങ്കിലും നോക്കാം. അപ്പം നടന്നു. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നീ എന്ത് സംസാരിക്കാൻ?